യുലേഫോൺ എന്ന ബ്രാൻഡിന്റെ യുലേഫോൺ ആർമർ 25T Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 25T Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. അതുപോലെ തന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പം അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ 64 മെഗാ പിക്സൽ ഒരു നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. ഇതിൽ IR സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടെർമൽ ഇമേജിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. നൈറ്റ് വിഷൻ ക്യാമറ, ടെർമൽ ഇമേജിംഗ് സെൻസർ, ഇതുപോലെ പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6500 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 24,000 28,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വയർലെസ് ചാർജിങ് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട നല്ലൊരു കാര്യം തന്നെയാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസറാണ് ഇതിൽ വരുന്നത്. 24,000 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ അത്ര മികച്ചൊരു പ്രോസസർ എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രോസസർ അത്ര മികച്ചതൊന്നുമില്ല, ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ എന്നേ പറയാൻ പറ്റുള്ളൂ. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 6GB റാമും 256GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാം യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ തന്നെയാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ LCD പാനലേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ LCD പാനലേ വരുന്നുള്ളൂ. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. AMOLED ഡിസ്പ്ലേ ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ റഗഡ് ഫോൺസിൽ പൊതുവേ അങ്ങനെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും കാണാറില്ല. പിന്നെ തിക്നെസ് 12.5 mm ഒക്കെ വരുന്നുണ്ട്. റഗഡ് ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് പറയാം. പക്ഷേ സാധാരണ ഒരു ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തിക്നെസ് വളരെ കൂടുതലാണ് എന്നും പറയേണ്ടി വരും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. $289.99 എന്ന പ്രൈസിംഗിൽ ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. അതായത് 24,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇപ്പം AliExpressലൊക്കെ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് അവിടെ കാണിക്കുന്നത് 28,371 എന്നാണ്. അതിനടുത്ത് വരുന്നൊരു പ്രൈസിംഗ് തന്നെയാണ് ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ടും കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫോൺ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ്, ഡസ്റ്റ് റെസിസ്റ്റൻസ്, ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ക്യാമറയിൽ നൈറ്റ് വിഷൻ ക്യാമറ, ടെർമൽ ഇമേജിംഗ് സെൻസർ, ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററിയും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സർ വരുന്നില്ല, അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നില്ല എന്നീ കാര്യങ്ങളും വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇതുപോലൊരു ഫോൺ എടുക്കുമെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഡിസ്പ്ലേ അതുപോലെ തന്നെ പെർഫോമൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് അത്ര ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ക്യാമറയും അതുപോലെ തന്നെ IP റേറ്റിംഗും MIL STD സർട്ടിഫിക്കേഷനും ഒക്കെ. എനിക്ക് ഈ ഒരു ഫോൺ അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല. നിങ്ങൾ ഇതുപോലുള്ളൊരു ഫോൺ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.